രഘുനാഥൻ മാസ്റ്റർ സാംസ്കാരിക പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ ഉദ്ഘാടന ഭാഗമായി നടക്കുന്ന മാറാക്കര മഹോത്സവത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായി. 21-ന് രാവിലെ 10 മണിക്ക് മുൻമന്ത്രി ഡോക്ടർ തോമസ് ഐസക് കേന്ദ്രം ഉദ്ഘാടനം ചെയ്യും. കോട്ടയ്ക്കൽ മണ്ഡലം MLA ആബിദ് ഹുസൈൻ തങ്ങൾ പരിപാടിയിൽ അധ്യക്ഷനാകും. ഏപ്രിൽ 22-ന് രാവിലെ 10 മണിക്ക് MP അബ്ദുസമദ് സമദാനി മാറാക്കര മഹോത്സവം ഉദ്ഘാടനം ചെയ്യും. ശാസ്ത്ര സാംസ്കാരിക വിദ്യാഭ്യാസ പ്രദർശനം, വ്യാപാര സ്റ്റാളുകൾ, അമ്യൂസ്മെന്റ് പാർക്കുകൾ, മൊബൈൽ പ്ലാനറ്റോറിയം, കുട്ടികളുടെ കോർണർ, ഫുഡ് കോർട്ടുകൾ എന്നിവ മഹോത്സവത്തിൽ ഒരുക്കും. കുട്ടികളുടെ കോർണറിൽ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യുന്നവർക്ക് പാവനിർമ്മാണം, ക്ലേ മോഡലിംഗ്, മാജിക് റോബോട്ടിക്സ്, ചിത്രരചന തുടങ്ങിയ വിഷയങ്ങളിൽ പരിശീലനം നൽകും. ഏപ്രിൽ 22 മുതൽ എല്ലാ ദിവസവും 10 മണിക്കും 5-നും സെമിനാറുകൾ, 7 മണിക്ക് കലാപരിപാടികൾ എന്നിവ നടക്കും. കൃഷി, ജ്യോതിശാസ്ത്രം, പുതുതലമുറ പ്രശ്നങ്ങൾ, സ്ത്രീ മുന്നേറ്റം, ചരിത്ര, സാങ്കേതിക വിദ്യ, തൊഴിൽ തുടങ്ങിയ വിഷയങ്ങളിലാണ് സെമിനാറുകൾ നടക്കുക. സമാപന സമ്മേളനം 26-ന് 2 മണിക്ക് മന്ത്രി V. അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യും. അനിൽ ചേലേമ്പ്ര മുഖ്യപ്രഭാഷണം നടത്തും. ഏകദേശം ഒരു വർഷത്തോളമായും ഞങ്ങൾ ഇതിൻ്റെ പ്രവർത്തനത്തിലാണ്. എന്താണ് മാറാക്കര മഹോത്സവം, അതിൻ്റെ പിന്നിലുള്ള ആശയം എന്താണ്? അവിടെ രഘുനാഥൻ മാസ്റ്റർ എന്ന് പറയുന്ന ഒരാളുണ്ട്. അദ്ദേഹം നല്ലൊരു കലാകാരനും അതുപോലെ നല്ലൊരു അധ്യാപകനും നടനും ഒക്കെയായ അദ്ദേഹത്തിൻ്റെ മരണശേഷം ഞങ്ങളവിടെ ആരംഭിച്ചൊരു ലൈബ്രറി, രഘുനാഥൻ മാസ്റ്റർ ലൈബ്രറി. അത് വെറും ഒരു ലൈബ്രറി ആയിട്ടല്ല, നമ്മുടെ ഒരു സാംസ്കാരിക പഠന ഗവേഷണ കേന്ദ്രമായിട്ടാണ് നമ്മൾ നടത്തുന്നത്. കുട്ടികളുടെ വായനയിലൂടെ അതുപോലെ ഒരു പ്രദേശത്തിൻ്റെ വികസനം എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കുറച്ചുപേര് ഒരു 4.5 സെന്റ് സ്ഥലം വാങ്ങി ജനകീയ പങ്കാളിത്തത്തോടെ ഒരു മാതൃകാപരമായ ഒരു കെട്ടിടം, മാതൃകാപരമായി എന്ന് പറയുന്നത് നമ്മൾ ആ കെട്ടിടം നിർമ്മിക്കുമ്പോൾ നമുക്കതിൻ്റെ രഘുനാഥൻ മാസ്റ്റർ പഠന ഗവേഷണ കേന്ദ്രം ചെയർമാൻ P. വിജയകൃഷ്ണൻ, ജനറൽ സെക്രട്ടറി സജി ജേക്കബ്, ട്രഷറർ V. രാജലക്ഷ്മി, KK ശശീന്ദ്രൻ, KS സുധീഷ് കുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, വളാഞ്ചേരി. നമ്മുടെ കുബൂസ്, അത് നമ്മുടെ ഗൾഫിൽ കിട്ടുണ്ടായിരുന്ന കുബൂസില്ലേ, നിനക്കിഷ്ടപ്പെട്ട ആ കുബൂസ്. പ്രവാസികൾക്ക് മാത്രല്ല, ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി. അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബുവല്ലേ. ഷുഗർ ഉണ്ടെങ്കിൽ ഗോതമ്പിന്റെ കുബൂസ് ആവാട്ടോ. മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ്. അൽദാൻ ലെബനീസ് കുബൂസ്.